അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കഷ്ടപ്പാടുകൾക്കിടയിലും പലതരത്തിലുള്ള പ്രയാസങ്ങൾക്കിടയിലും റമളാനിലെ നോമ്പ് സമുചിതമായി ഇബാദത്ത് എന്നുള്ള നിലക്ക് സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്, കാത്തിരിക്കുകയാണ് പ്രതീക്ഷയോടെ. സാധാരണ ഒരു ഉത്സവത്തെ, ഒരു പെരുന്നാളിനെ, ആഘോഷത്തെ കാത്തിരിക്കുന്ന പോലെയാണ് റമളാനെ കാത്തിരിക്കുന്നത്. അത് നിസ്കാരത്തെയോ സക്കാത്തിനെയോ ഹജ്ജിനെയോ കാത്തിരിക്കുന്നതിനേക്കാളേറെ സന്തോഷത്തോടു കൂടിയാണ്. എന്താണ് അതിൻ്റെ കാരണം? അത് നോമ്പ് നമുക്ക് നൽകിയിട്ടുള്ള ഗുണങ്ങൾ, അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ, പരലോകത്ത് അള്ളാഹു രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള പ്രതിഫലം എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അള്ളാഹു അരുളിയതായി റസൂലുള്ളാഹി അരുളിയല്ലോ, ഇല്ല സൗം, നോമ്പ് അങ്ങനെയല്ല. അസൗമുലൈ, നോമ്പ് എനിക്കുള്ളതാണ്. വാന ജസീബി, ഞാനാണ് ഇതിന് കൂലി കൊടുക്കുന്നത്. എല്ലാ അമലുകൾക്കും എത്രയാണ് പ്രതിഫലം? അത് 10 മുതൽ 700 വരെ, പിന്നെ അതിലപ്പുറം ഇരട്ടി എന്നൊക്കെ പറഞ്ഞു. നോമ്പിൻ്റെ കാര്യം മാത്രം അല്ലാഹു പബ്ലിഷ് ചെയ്തിട്ടില്ല. അതായിരിക്കാം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ശരി, നോമ്പ് സൂറത്തു അൽ ബഖറ 183 മുതൽ 187 വരെയുള്ള ആയത്തുകൾ, പിന്നീട് പ്രതിക്രിയയായി നിശ്ചയിച്ച കുറേ നോമ്പുകൾ, അതിനെക്കുറിച്ച് ഖുർആൻ്റെ പല ഭാഗങ്ങളിലായി വന്നിട്ടുണ്ട്. എന്തിനാണ് നോമ്പെടുക്കുന്നത്? എന്താണ് ഇതിൻ്റെ യുക്തി? വളരെ പ്രത്യക്ഷമായി അള്ളാഹു പറഞ്ഞ് നമുക്കെല്ലാവർക്കും അറിയാം. 183-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള മനുഷ്യരെ, കുത്തിബ അലൈക്കുമുസ് സിയാമു, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ട പോലെ, ലഅല്ലക്കും തഖ്വ, തഖ്വയുള്ളവരാകാൻ വേണ്ടി. എന്താണ് തഖ്വ? അതിന് സാധാരണ ഭയഭക്തി എന്ന് പറയും, ദോഷബാധയെ തടയുക എന്ന് പറയും. പണ്ഡിതന്മാർ നൽകിയ വിശദീകരണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. തസ്കിയത്തുൽ ബദൻ, ശരീരത്തിന് ശുദ്ധീകരണം. തളീഖുൻ ലി മസാലിക് ശൈത്താൻ, ചെകുത്താന് വരാനുള്ള വഴികളെല്ലാം ഇടുക്കില. അൻ തജ്അല ബൈനക വ ബൈന അദാബില്ലാഹി വിഖായ, നിനക്കും അല്ലാഹുവിൻ്റെ ശിക്ഷയ്ക്കുമിടയിൽ വലിയൊരു മറ സൃഷ്ടിക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യുതാ അല്ലാഹ്, അല്ലാഹനെ അനുസരിക്കുക, വലാ യുഅ്സാ, അവനെ ധിക്കരിക്കാതിരിക്കുക, വഅയ്യുദ്കറ, അല്ലാഹനെ ഓർമ്മിക്കുക, വലാ യുൻസാ, മറക്കാതിരിക്കുക, വഅയ്യുഷ്കറ, നന്ദി കാണിക്കുക, ഫലാ യുക്ഫറ, നന്ദികേട് കാണിക്കാതിരിക്കുക. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു മനോഹരമായ വചനം, അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമൽ ബിത്തൻസീൽ വറിളാ ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ മഹാനായ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, ഖുർആൻ അനുസരിച്ചുള്ള അമൽ, ചെറിയ കാര്യങ്ങൾ കൊണ്ട് ദുനിയാവിലുള്ള തൃപ്തി, ആ അന്ത്യയാത്രക്കുള്ള മഹത്തായ ഒരുക്കം. റസൂലുള്ളാഹി അരുളിയത് നിങ്ങൾക്കറിയാം, സിയാമു ജന്നത്തുൻ, നോമ്പ് പരിച യുദ്ധസമയത്താണ്, തടുക്കുകയാണ്. എല്ലാവിധത്തിലുള്ള ശത്രുക്കളുടെ ഉപദ്രവത്തെയും തടുക്കാനുള്ള പരിചയം. അതുകൊണ്ട് തന്നെ നമ്മളോട് പറയാൻ പറഞ്ഞു, തർക്കിക്കാനോ നമ്മളെക്കൊണ്ട് ദേഷ്യം പിടിപ്പിക്കാനോ എന്തെങ്കിലുമൊക്കെ അനാവശ്യത്തിന് അവർ വരുമ്പോൾ ആരെങ്കിലും വന്നാൽ നോമ്പുകാരനാണ് എന്ന് പറയാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുമുള്ള പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഇടയിൽ, എല്ലാ രംഗത്തുമുള്ള പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഇടയിൽ നമ്മുടെ നോമ്പിനെ കാത്തു സൂക്ഷിക്കണം. ഒരു തരത്തിലുള്ള കേടുപാടും
ഒരു തരത്തിലുള്ള പൊടിയോ കറയോ ചളിയോ ഒന്നും തന്നെ നോമ്പിനെ ബാധിക്കരുത്. അതാണ് ഏറ്റവും പ്രധാനമായ വിഷയം. അതിനാൽ നോമ്പായി നിലനിൽക്കണം. വിഖായത്തും ഫിദ്ദുനിയാ മിനൽ മആസി, ദുനിയാവിൽ തിന്മകളിൽ നിന്നുള്ള സംരക്ഷണം. എങ്ങനെ? വികസ്രി അശ്ശഹ്വ, വികാരങ്ങളെ അടക്കി നിർത്തിക്കൊണ്ട്, വഹിഫലിൽ ജവാരിഹ്, അവയവങ്ങളെ സംരക്ഷിച്ചുകൊണ്ട്, ഫിൽ ആഖിറത്തി മിനന്നാർ, നരകത്തിൽ അന്ത്യനാളിൽ രക്ഷ കിട്ടണം. അങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വാചകമുണ്ട്. എന്താണ്? ഇദാ സുംത ഫൽയസും സംഉക വബസറുക വലിസാനുക അനിൽ കദിബി വൽ മഹാരി. നീ നോമ്പെടുക്കുകയാണെങ്കിൽ നിന്റെ കേൾവിയും നിന്റെ കണ്ണും നിന്റെ നാവും കളവിൽ നിന്ന്, മോഷണത്തിൽ നിന്നും, നുണയിൽ നിന്നും, ഹറാമുകളിൽ നിന്നും എല്ലാം ഒഴിവാക്കണം. നോമ്പെടുക്കണം. നോമ്പ് കണ്ണിൻ്റെ നോമ്പാണ്, കാതിൻ്റെ നോമ്പാണ്. അങ്ങനെയുള്ള അവയവങ്ങളുടെ എല്ലാം നോമ്പാകണം. വെറും വയറിൻ്റെ നോമ്പ് മാത്രമല്ല. അതൽ ജാർ, അയൽവാസികളെ ഉപദ്രവിക്കുന്നത് ഒഴിവാക്കണം. അങ്ങനെ നിനക്ക് വലിയക്കുൻ അലൈക്ക സക്കീനത്തും വഖാർ, അച്ചടക്കം വേണം, ഗാംഭീര്യം വേണം. തളിതമാശയും കളിയും ചിരിയുമായി നടക്കലല്ല എന്നർത്ഥം. അപ്പോൾ എന്ന് മാത്രമല്ല, നിന്റെ നോമ്പിൻ്റെ ദിവസവും നോമ്പല്ലാത്ത ദിവസവും ഒരേപോലെയാകരുത് എന്ന് അർത്ഥം. ചുരുക്കത്തിൽ, ഒന്ന്, നോമ്പിൻ്റെ ഗുണം അള്ളാഹുവിനുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ. വിശക്കുന്ന ആൾക്കാരെ കാണുമല്ലോ, വിശക്കുണ്ടല്ലോ, അപ്പം നമുക്ക് അത്രമാത്രം അള്ളാഹു അനുഗ്രഹം നൽകിയിട്ടുണ്ട്. 2, തിന്മകൾ ഒഴിവാക്കുക. 3, എല്ലാ വിധത്തിലുമുള്ള വിചാര